മണിക്കൂറുകൾക്ക് ശേഷം നിർണായകമായ വിവരം പോലീസിന് ലഭിക്കുന്നത്. ഇപ്പോൾ ലഭിച്ച ലീഡ് അനുസരിച്ച് കുട്ടിയെ ഉടൻ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ACP ഉൾപ്പെടെയുള്ളവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഏറ്റവും നിർണായകമായ വിവരമാണ് പോലീസ് നൽകിക്കൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ കൃത്യമായ ലീഡ് കിട്ടിയിരിക്കുന്നു. കുട്ടിയെ ഉടൻ കണ്ടെത്തുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ട്രെയിനിന് നിരവധി സ്റ്റേഷനുകളുണ്ട്. അതായത് കന്യാകുമാരിയിലേക്കുള്ള എക്സ്പ്രസ് ട്രെയിനാണ്. അവിടെ ആ ട്രെയിൻ എത്തുന്നതിന് തൊട്ട് മുൻപ് സ്റ്റേഷനുകളുണ്ട്. പക്ഷേ കുട്ടി കന്യാകുമാരിയിൽ തന്നെ ഇറങ്ങിയിരിക്കാം എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം ഇങ്ങനെ രാവിലെ 10 മണിക്ക് അമ്മയുമായി പിണങ്ങിയ ശേഷം, അതായത് അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്ന് പിണങ്ങിയ ശേഷം ബാഗും എടുത്ത് കുട്ടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു ക്രീം കളർ ടോപ്പും പിങ്ക് കളറിലുള്ള പാവാടയും ഇട്ടുകൊണ്ട് കുട്ടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു. ആ വിവരങ്ങളെല്ലാം തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഈ ഫോട്ടോ ഉൾപ്പെടെ പുറത്തുവിട്ട് അന്വേഷണം നടത്തിയത്. മാധ്യമങ്ങൾ ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതും. അപ്പോൾ മണിക്കൂറുകൾ നീണ്ട പരിശോധനയ്ക്കൊടുവിലാണ്, അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് ബബിത എന്ന പാറശാല സ്വദേശി ഈ കുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്യുന്നത്. അതിന് കൃത്യമായ കാരണവുമുണ്ട്. കുട്ടി ട്രെയിനിലിരുന്ന് കരയുകയായിരുന്നു. കുട്ടി കരയുന്നത് കണ്ടാണ് ഫോട്ടോ എടുത്തത്. 2 പേർ ഈ കുട്ടിയെ കണ്ടെന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരാൾ നെയ്യാറ്റിൻകരയിലും ഒരാൾ പാറശാലയിലും ഇറങ്ങി. 2 പേർ കുട്ടിയെ കണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. ഏറ്റവും നിർണായകമായ കാര്യമാണ് പ്രേക്ഷകർ കാണുന്ന സ്ക്രീനിൽ കാണുന്ന കുട്ടി ട്രെയിനിലിരിക്കുന്ന ദൃശ്യം പകർത്തിയത് ബബിത എന്ന യുവതിയാണ്, ബബിത എന്ന വിദ്യാർത്ഥിനിയാണ്. ബബിത പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കുട്ടി ട്രെയിനിലിരുന്ന് കരയുകയായിരുന്നു, ഒറ്റയ്ക്കിരുന്ന് കരയുകയായിരുന്നു. ആദ്യം വിചാരിച്ചത് ഇത് തമിഴ്നാട് സ്വദേശിയായ ഒരു കുട്ടിയാകാം എന്നാണ് കരുതിയത്. അപ്പോഴും കുട്ടി ഒറ്റയ്ക്കാണല്ലോ എന്നത് കണ്ട് താൻ ശ്രദ്ധിച്ചു എന്നതാണ്. റോഷിപാൽ കൂടി ചേരുന്നു. റോഷിപാൽ, നിർണായക ലീഡ് മണിക്കൂറിൽ പോലീസിന് കിട്ടിയിരിക്കുന്നു എന്നതാണ്. കന്യാകുമാരി കേന്ദ്രീകരിച്ച് തന്നെ നിർണായക വിവരം പോലീസിന് ലഭിച്ചിരിക്കുന്നു അല്ലേ? വിനീത, കുട്ടി 13 വയസ്സുകാരി തസ്മിയെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കഴക്കൂട്ടം പോലീസിൻ്റെ പ്രത്യേക സംഘം കന്യാകുമാരിയിലേക്ക് തിരിച്ചു. ആ സംഘത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചു എന്ന തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ താമസിയാതെ തന്നെ നമുക്ക് ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. പോലീസിന് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം കുട്ടിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. കുട്ടി യാത്ര ചെയ്യുന്ന ട്രെയിൻ ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ലഭിച്ചു കഴിഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടിയെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ. കന്യാകുമാരിയിൽ തന്നെയാണ് കുട്ടിയുള്ളത് എന്ന ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. ആ തരത്തിലാണ് പോലീസ് അന്വേഷണം നടത്തുന്നതും പോലീസിൻ്റെ പ്രത്യേക സംഘം കന്യാകുമാരിയിലേക്ക് തിരിച്ചതും. ഒരു കൂടുതൽ സമയം എടുക്കാതെ തന്നെ കുട്ടിയെ കണ്ടെത്താൻ കഴിയും. ഏതാണ്ട് ഇപ്പോൾ 6:19, ഏതായാലും ഒരു 8 മണിക്കൂറിൽ തന്നെ ശുഭ വിവരം ലഭിക്കും എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അതിൽ ഏറ്റവും നിർണായകമാകുന്നത് പാറശാല സ്വദേശിനി ബബിത ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ്. അവർ പോലീസിന് കൈമാറിയ വിവരങ്ങളാണ്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും ശേഖരിക്കാനുണ്ട്. കാരണം പോലീസ് ഓരോ പുതുതായി വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് അവരുടെ പുതിയ നീക്കങ്ങൾ തുടങ്ങുന്നു. അതിൽ ബബിതയുടെ പ്രധാനപ്പെട്ട വിവരങ്ങൾ, അവർ കൈമാറിയ വിവരങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഇടയിൽ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടില്ല കുട്ടി എന്ന് പാറശാലയ്ക്ക് ശേഷം എന്ന് പോലീസ് അനുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് എത്തുന്നതും. ഏതായാലും പോലീസ് സംഘം ഏറെ താമസിക്കാതെ തന്നെ കന്യാകുമാരിയിൽ എത്തിക്കഴിഞ്ഞാൽ കുട്ടിയെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. റോഷിപാൽ സൂചിപ്പിച്ചതുപോലെ ബബിത നൽകിയ വിവരങ്ങൾ തന്നെയാണ് നിർണായകമായത്. പെൺകുട്ടിയെ പറ്റി നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നു, ലീഡ് ലഭിച്ചിരിക്കുന്നു എന്നാണ് ACP പറയുന്നത്. കുട്ടിയെ തിരിച്ചറിഞ്ഞത് 2 പേരാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടി ട്രെയിനിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്നത് കണ്ടാണ് ഇവർ ശ്രദ്ധിച്ചത് എന്നതാണ്. നമുക്കറിയാം, ഇന്നലെ രാവിലെ 10 മണിക്കാണ് കുട്ടിയെ കാണാതാകുന്നത്. അതായത് കുട്ടി വീട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങുന്നത്. ഈ CCTV ദൃശ്യങ്ങളിൽ 10:45 പെൺകുട്ടി കഴക്കൂട്ടം AJ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ
എത്തിയിട്ടുണ്ട്. 10:45 പെൺകുട്ടി കഴക്കൂട്ടം AJ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെത്തി. അതിന്റെ CCTV ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുമുണ്ട്. ബസ്സിൽ കയറിയാണ് കുട്ടി തമ്പാനൂരിൽ എത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ, അതായത് ബബിത കണ്ട ടിക്കറ്റ് ഒരുപക്ഷെ ബസ്സിൽ കയറാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എടുത്ത ടിക്കറ്റ് ആകാമെന്നതാണ്. പെൺകുട്ടിയുടെ പിതാവ്, അതായത് പെൺകുട്ടിയും കുടുംബവും ഇവിടെ കേരളത്തിലെത്തിയിട്ട് 2 മാസമായതേയുള്ളൂ. 25 ദിവസം മുൻപാണ്, അതായത് 1 മാസമായിട്ട് ഈ കുട്ടി അവിടെ എത്തിയിട്ട് എന്നതാണ്, തിരുവനന്തപുരത്ത് എത്തിയത് എന്നാണ്. തമ്പാനൂരിൽ നിന്നും ബസ്സിൽ കഴക്കൂട്ടത്ത് നിന്ന് ബസ്സിൽ തമ്പാനൂരിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മുടെ നിഗമനം. അവിടെ നിന്നും ട്രെയിനിൽ കയറിയാണ് കുട്ടി യാത്ര ചെയ്തത്. കുട്ടിയുടെ കയ്യിൽ 40 രൂപയാണ് ഉണ്ടായിരുന്നത്. അത് ബബിതയും സ്ഥിരീകരിക്കുന്നുണ്ട്. കയ്യിൽ ഒരു ടിക്കറ്റും 40 രൂപയും ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ആ കുട്ടി അത് കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്, കരയുന്നത്, ആകെ വിഷാദമൂകയായിരിക്കുന്നത് നമുക്ക് കാണാം. കുട്ടി കരയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു ക്രീം കളർ, പിങ്ക് കളറിലുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. കയ്യിൽ ബാഗുമുണ്ട്. ഒരുപക്ഷെ സ്കൂളിൽ പോകുമ്പോഴോ മറ്റോ ഉപയോഗിക്കുന്ന ഒരു ബാഗ് തന്നെയായിരിക്കണം. അങ്ങനെ ബാഗ് എടുത്ത് ഇറങ്ങി പുറപ്പെടുകയായിരുന്നു 10 മണിക്ക് എന്നതാണ്. കുട്ടി കരയുകയായിരുന്നു ട്രെയിനിൽ ഇരുന്നതാണ്. തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് 1 മണിയോടുകൂടി ട്രെയിനിൽ കയറി എന്ന് മനസ്സിലാക്കുന്നു. പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ, അതായത് കരഞ്ഞിരിക്കുന്നത് കണ്ട് സംശയം തോന്നിയ 2 യാത്രക്കാർ, ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ്സിൽ ഉണ്ടായിരുന്ന 2 യാത്രക്കാരാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞത്. ഈ തുടർച്ചയായി ഇങ്ങനെ വാർത്തകൾ വന്ന് പോലീസ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറിയപ്പോഴൊക്കെയാണ് ബബിത ഈ വിവരങ്ങൾ പോലീസിന് കൈമാറുന്നതും ഈ ഫോട്ടോ അയച്ചു കൊടുക്കുന്നതും. അപ്പോൾ നിർണായകമായ വിവരം പോലീസിന് ലഭിക്കുന്നു. ഈ CCTV ദൃശ്യങ്ങളുമായി കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഫോട്ടോ ലഭിക്കുന്നു. തമിഴ്നാട്ടിലേക്ക് കുട്ടി പോയെന്ന് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു. ഈ ട്രെയിനിൽ കയറിയത് കൊണ്ട് തന്നെ അക്കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് മാറുന്നു. 2 പേരാണ് ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞത്. ഒരാൾ നെയ്യാറ്റിൻകര സ്വദേശിയാണ്, ഒരാൾ പാറശാല സ്വദേശിയും. ഇവർ പറയുന്നതനുസരിച്ച് പാറശാല വരെ കുട്ടി ഏതായാലും ട്രെയിനിൽ ഉണ്ടായിരുന്നു. അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. എല്ലാ സാധ്യതകളും പോലീസ് ഇപ്പോഴും പരിശോധിക്കുന്നുണ്ട്. എങ്കിലും കൃത്യമായ ലീഡ് കിട്ടിയിരിക്കുന്നു. ഉടൻ കുട്ടിയെ കണ്ടെത്താമെന്ന് തന്നെ നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പ്രത്യേക ടീം 5-അംഗ സംഘം കന്യാകുമാരിയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ട്രെയിൻ നിർത്തുന്നത് വരെ കുട്ടി പോയിരിക്കാം എന്ന് തന്നെയാണ് കഴക്കൂട്ടം ACP നിയാസ് നേരത്തെ TV പ്രസാദുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഈ യാത്രക്കാരിൽ 2 പേർ, കുട്ടിയെ തിരിച്ചറിഞ്ഞ 2 പേരിൽ ഒരാൾ നെയ്യാറ്റിൻകരയിലും ഒരാൾ പാറശാലയിലും ഇറങ്ങി. പാറശാല വരെ കുട്ടിയുണ്ടെന്ന് ഈ വിദ്യാർത്ഥിനിയായ ബബിത സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. അവർ ഒരു സ്ഥിരം യാത്രക്കാരിയാണ്. അപ്പോൾ ഈ കുട്ടിയും ട്രെയിനിൽ ഇത്തരത്തിൽ പഠനമൊക്കെ കഴിഞ്ഞോ മറ്റോ യാത്ര ചെയ്യുന്നതാകാമെന്നായിരിക്കും ആദ്യഘട്ടത്തിൽ കരുതിയത്. പക്ഷേ ഈ കുട്ടി കരയുകയായിരുന്നു എന്നതുകൊണ്ട് വീണ്ടും ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു ഫോട്ടോ എടുക്കുകയും ചെയ്തു. ആ ഫോട്ടോയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ ഫോട്ടോ, പോലീസിന് കൈമാറിയ ഫോട്ടോ, അതാണ് റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകർ കാണുന്നത്. ഈ കുട്ടിയുടെ കയ്യിൽ 40 രൂപയും ടിക്കറ്റും ഉണ്ടായിരുന്നു. അത് ട്രെയിൻ ടിക്കറ്റാണോ ബസ് ടിക്കറ്റാണോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്.